തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധികളൊന്നായി ആഗോള അയ്യപ്പ സംഗമം മാറുന്നു. ഭക്തരുടെ പണം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി വകമാറ്റിയെന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഓഡിറ്റ് റിപ്പോർട്ടുകൾ. ഏകദേശം 3.40 കോടി രൂപയുടെ ഭീമമായ നഷ്ടമാണ് ഈ ഒരൊറ്റ പരിപാടിയിലൂടെ ബോർഡിന് സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ട് ദേവസ്വം ബോർഡിനെ അക്ഷരാർത്ഥത്തിൽ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ്. ശബരിമലയുടെ സമഗ്ര വികസനം എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ പരിപാടി സാമ്പത്തികമായി വലിയൊരു പരാജയമായിരുന്നുവെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. സ്പോൺസർഷിപ്പിലൂടെ തുക കണ്ടെത്താമെന്ന ബോർഡിന്റെ വാദം പാടെ പൊളിഞ്ഞ നിലയിലാണ്. പരിപാടിയുടെ നടത്തിപ്പിനായി പ്രാഥമിക ഘട്ടത്തിൽ തന്നെ 3 കോടി രൂപയാണ് ദേവസ്വം ബോർഡ് അഡ്വാൻസായി അനുവദിച്ചത്. ഈ തുക പിന്നീട് സ്പോൺസർമാരിൽ നിന്നും പരസ്യ വരുമാനത്തിൽ നിന്നും തിരിച്ചു പിടിക്കാമെന്നായിരുന്നു ഔദ്യോഗിക വിശദീകരണം. എന്നാൽ പരിപാടി കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും 1 രൂപ പോലും തിരികെ ലഭിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ഹൈക്കോടതിയുടെ കർശനമായ മുൻകൂർ നിർദ്ദേശങ്ങളെ മറികടന്നാണ് ഇത്തരമൊരു സാമ്പത്തിക നീക്കം നടന്നതെന്ന് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിനായി ബോർഡിന്റെയോ സർക്കാരിന്റെയോ തനത് ഫണ്ടുകൾ യാതൊരു കാരണവശാലും ഉപയോഗിക്കരുത് എന്ന് കോടതി ഉത്തരവിട്ടിരുന്നു. ഇത് ലംഘിക്കപ്പെട്ടത് വരും ദിവസങ്ങളിൽ കോടതിയുടെ കടുത്ത പരാമർശങ്ങൾക്ക് കാരണമായേക്കാം. സ്പോൺസർഷിപ്പിലൂടെ മാത്രമേ പണം കണ്ടെത്താവൂ എന്ന നിബന്ധന പാലിക്കുമെന്ന് ബോർഡ് കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. എന്നാൽ പ്രായോഗിക തലത്തിൽ ഖജനാവിൽ നിന്ന് പണം എടുത്ത് ചിലവഴിക്കുകയും പിന്നീട് അത് നികത്താൻ കഴിയാതിരിക്കുകയും ചെയ്തത് ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയായി ഓഡിറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു.